ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം രചിച്ചത് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. 13-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സമർപ്പിച്ചത്. ഇന്ന് അതിമനോഹരമായിട്ടുള്ള 2-ാം ഭാഗം സമർപ്പിക്കുകയാണ്. ബ്രഹ്മദേവൻ പൊന്നുണിക്കണ്ണനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഗോക്കളെയും പിന്നെ ഗോപന്മാരെയും ഒക്കെ മറച്ചു ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോയതായിട്ടുള്ള ആ ഭാഗമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. എൻ്റെ ഈ വാക്കുകൾ ഗുരുനാഥന്മാരുടെയും രാധാകൃഷ്ണന്മാരുടെയും തൃപ്പാദത്തിൽ സമർപ്പിക്കണു. എല്ലാവർക്കും എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ രാധാകൃഷ്ണന്മാരുടെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കണം. ജയ് ശ്രീ രാധേ 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 ശ്യാം. സരസേക്ഷണൻ തൻ്റെ മായകൾ കണ്ടിടുവാൻ സാരസോദ്ഭവൻ നിജമായ കൊണ്ടതു നേരം കൊണ്ടുപോയി മറച്ചിതു ഗോവത്സന്മാരെയെല്ലാം രണ്ടാമതൊളിപ്പിച്ചു ഗോപബാലന്മാരെയും പൈക്കിടാങ്ങളെ തിരഞ്ഞെങ്ങുമേ കാണായികയാൽ പുഷ്കരേക്ഷണനിങ്ങു വന്നു നോക്കിയ നേരം ബാലന്മാരെയും തത്ര കാണഞ്ഞു വിസ്മയിച്ച ലീലമാനുജൻ വിധിമായെന്നറിഞ്ഞപ്പോൾ ഗോകുലജനങ്ങളും ഗോക്കളും വിരിഞ്ചനും പാകാരി മുഖാദേവ വൃന്ദവും സന്തോഷിപ്പാൻ കേവലാനന്ദൻ കൃഷ്ണൻ ബാലകാരൂപങ്ങളും ഗോവത്സാരൂപങ്ങളും കൈക്കൊണ്ടു നിന്നിടിനാൻ. ദേഹവും വളർച്ചയും വണ്ണവും അംഗങ്ങളും മോഹനവാക്യങ്ങളും കോപ്പുകൾ നാമങ്ങളും എന്നിവകളും പിന്നെയുള്ളതും ബാലകന്മാർക്കൊന്നുമേ ഭേദമില്ല മുന്നേതിലൊരുവർക്കും. കാലുകൾ കരങ്ങളും പാണ്ടുകൾ ചൂട്ടുകളും വാലുകൾ മുലകളു മൊച്ചകൾ നിറങ്ങളും ആക്കവും ഇവയെല്ലാം അപ്പശുബാലന്മാർക്കുമേ ഭേദമില്ല മുന്നമുള്ളതിലേതും. ലോകത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും ലോകൈകനാഥൻ തനിക്കെന്തരുതാതെയുള്ളൂ. തന്നെ വയസ്യരോടൊന്നിച്ചു കൃഷ്ണൻ പിന്നെ മുന്നമെന്നതുപോലെ ഗോകുലം പൊക്കിടിനാൻ. തങ്ങൾക്കുള്ള വാടങ്ങളകം പൊക്കാർ തെങ്ങിന മോദത്തോടെ ബാലന്മാർ വത്സന്മാരും എത്രയും മോദം പൂണ്ടു ചെന്നുടൻ ജനനിമാർ പുത്രരെ ലാളിച്ചിതു മുന്നേതിലധികമായി. തന്നെ തനയന്മാർക്കമ്മമാർ പാലും നെയ്യു വന്നവും കൊടുത്തങ്ങു കിടത്തി ഉറക്കിനാർ. വത്സന്മാർ വരുന്നതു കണ്ടപ്പോൾ പശുക്കളു ഉത്സാഹത്തോടു പാലും ചുരത്തി മണ്ടിച്ചെന്നു തന്നെ വത്സന്മാരെ നക്കിയും ആക്രാണിച്ചും നന്ദിച്ചും കുടിപ്പിച്ചും നിന്നതു മുന്നേ പോലെ. ഇങ്ങനെ പല ദിനം കഴിഞ്ഞോരനന്തര മംഗനമാർക്കും ഗോപാലന്മാർക്കും പശുക്കൾക്കും അന്തരംഗത്തിൽ തൻ്റെ നന്ദനന്മാരെ സ്നേഹമെന്തെന്നതറിയാതെ വർദ്ധിച്ചു ദിനം തോറും. ആരുമേ അറിയാതങ്ങൊരാണ്ടു കഴിഞ്ഞപ്പോൾ പാരാതങ്ങൊരു ദിനം കൃഷ്ണനും ബാലന്മാരും ചിത്തമോദേന രാമാനൊന്നിച്ചു വത്സന്മാരെ തത്രൈവ സമീപത്തു മേച്ചു നിന്നിടുന്നേരം ഗോക്കളും ഗോവർദ്ധന പർവ്വത ശിരസിങ്കൽ നിൽക്കുന്ന തൃണങ്ങളും ഭക്ഷിച്ചു നിൽക്കും നേരം അമ്പാടി സമീപത്തു
ഗോവത്സങ്ങളെ കണ്ടിട്ടമ്പോടു മുല കൊടു തിടുവാനോടിയിടിനാർ. ഗോപന്മാർ തടുത്തിട്ടും നിൽക്കാഞ്ഞ മൂലം പിമ്പെ കോപിച്ചു കോലുമെടുത്തോടിച്ചെന്നിതു വേഗം. ഗോക്കളും ചെന്നു മുല കൊടുത്തു വത്സന്മാർക്കും. നോക്കി നിന്നിതു ഗോപാലരും സന്തോഷത്താൽ. എത്രയും കോപത്തോടു വന്നൊരു ഗോപന്മാരും പുത്രരെ കണ്ട നേരം പ്രേമവിഹ്വലന്മാരായി. പുത്രരെ കണ്ടു ഗോപവൃദ്ധന്മാരാശ്ലേഷം ചെയ്തെത്രയും സുഖത്തോടു അശ്രുക്കൾ വാർത്തിയിടിനാർ. ഇത്തരമതിസ്നേഹം കണ്ടൊരു ബലഭദ്രൻ ചിത്തത്തിൽ നിരൂപിച്ചാനെന്തു കാരണമിപ്പോൾ. മത്തകാശിനിമാർക്കും ഗോക്കൾക്കും ഗോപന്മാർക്കും പുത്രരെ സ്നേഹമേറ്റം വർദ്ധിച്ചു വന്നിടുവാൻ. ദേവമായയും ദൈത്യമായയുമല്ല നൂനം ദേവദേവനാം കൃഷ്ണൻ തന്നെ മായയത്രേ. ഇത്തരം ചിന്തിച്ചു താൻ കൃഷ്ണനോടൊരാ ചെയ്തു. ചിത്രമെത്രയും തവ മായ വൈഭവമോർത്താൽ വെവ്വേറെ കാണുന്നതും ഒന്നായി കാണുന്നതും സർവവും ഭവാനെന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. മുന്നം ഞാൻ അറിഞ്ഞതില്ലിത്ത തൊഴിലേതും ഞാനു മിന്നറിഞ്ഞിതു തവ മായമാരറിയുന്നു. ഇത്തരം ബലഭദ്രൻ ചൊല്ലി നിന്നിടും നേരം തത്ര വന്നിതു കമലാസനൻ വേഗത്തോടും. തന്നെ കാലമൊരു നിമിഷം ചെന്ന നേരം വന്നിതു ധാതാവതു വത്സരം മനുഷ്യർക്കും. ഭോജാസനൻ ഗോപാലന്മാരെ കണ്ട നേരം സംഭ്രമം പൂണ്ടു നിരൂപിച്ചിതു മനതാരിൽ. മുന്നം ഞാൻ മറച്ചൊരു ബാലരും വത്സന്മാരു മിന്നുമുണ്ടല്ലോ മമ മായയിൽ കിടക്കുന്നു. എങ്കിലാരിവരിന്നു പങ്കജനേത്രനോടും സങ്കടമെന്നേ കളിച്ചതിങ്ങനെ നടക്കുന്നു. ഇത്തരം വിധാതാവു ചിന്തിച്ചങ്ങിരിക്കുമ്പോൾ എത്രയും മനോഹരമായൊന്നു കാണായി വന്നു. തത്ര നിന്നൊരു ഗോപബാലന്മാരെല്ലാവരും എത്രയും മനോജ്ഞമാം വൈഷ്ണവ വേഷം പൂണ്ടാർ. 4 തൃക്കൈകളോടും ശംഖചക്രാദീവന മാലയും കിരീടവും മീനകുണ്ടലങ്ങളും കൗസ്തുഭാഹാരങ്ങളും കങ്കണാദികളോടു മുത്തമ ശ്രീവത്സവും പീതമാം വസനവും ആപാദചൂടം വിളങ്ങിടുന്ന തേജസ്സോടും താപസ ദേവാസുര സിദ്ധ സംഘങ്ങളോടും അന്തികെ നിൽക്കുന്നൊരു തന്നെയും കണ്ട നേര മെന്തിതെന്നോർത്തു മോഹം പൂണ്ടിതു വിരിഞ്ചനും. ആരു ഞാനിപ്പോൾ വസിച്ചിടുന്ന ദേവിയുടെ പോളാരിവരെല്ലാവരും എന്തൊരു കാലമിപ്പോൾ എന്നിവയറിയാഞ്ഞു കണ്ണുകൾ ചിമ്മിക്കൊണ്ടു ഖിന്നനായി ചുറ്റു നേരമിരുന്നു വിധാതാവും. പിന്നെ താൻ കണ്ണുമിഴിച്ചാശു നോക്കിയിടുന്നേരം മുന്നിലമ്മാറു ബാലകൃഷ്ണനെ കാണായി വന്നു. ഉണ്ടൊരു കബളവും ബാലന്മാർ കരം തന്നിൽ കണ്ടതില്ലിപ്പോൾ വിഷ്ണു രൂപങ്ങളൊന്നും തന്നെ. അന്നേരം മായാമോഹം തീർന്നിതു വിരിഞ്ചനും. തന്നെ വൃത്താന്തങ്ങളൊക്കെയും നേരെ തോന്നി. മോദനമകൂടങ്ങൾ 4 കൊണ്ടും കൃഷ്ണ പാദങ്ങൾ തൊടുമാറു നമസ്കാരവും ചെയ്തു. സന്തോഷാശ്രുക്കൾ കൊണ്ടു കൃഷ്ണപാദാംബുജങ്ങൾ ചന്തത്തിൽ കഴുകിച്ചു. പിന്നെ അങ്ങെഴുന്നേറ്റു. ബാലനാം കൃഷ്ണൻ തൻ്റെ മഹത്വം നിനയ്ക്കയ ലാലോലമൊഴുകുന്ന ഹർഷാശ്രു തുടച്ചുടൻ ഹസ്തങ്ങൾ കൂപ്പി നിന്നു ഗൽഗദാക്ഷരത്തോടു എത്രയും ഭക്തി
ഭക്തി പൂണ്ടു കൃഷ്ണനെ സ്തുതി ചെയ്താൻ. ഇങ്ങനെ 13-ാം അധ്യായം ചൊന്നേനിനി മംഗളമാകും കഥ ശേഷവും ചൊല്ലിയിടുന്നേൻ. ജയ് ശ്രീ രാധേ 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 ശ്യാം.